ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാറാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ മാങ്ങ എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. ശേഷം 2 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കുന്നു. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അച്ചാറിന് നല്ല നിറം കിട്ടാൻ വേണ്ടിയാണ് കശ്മീരി മുളക് പൊടി എടുത്തേക്കുന്നത്. ഇതിന് എരിവ് കുറവാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കടു ചതച്ചത് കൂടി ചേർക്കുകയാണ്. ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, അരഞ്ഞു പോകരുത്. ഇങ്ങനെ കടു ചതച്ച് ചേർക്കുമ്പോൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഉപ്പും മുളക് പൊടിയും കടുകും മാങ്ങയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1/2 മണിക്കൂറോളം അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത്, ഞാനിവിടെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 1 സ്പൂണോളം ഇഞ്ചി ചതച്ചത്, ഒരു 3 പച്ചമുളക്, ഒരു 2 ഇതൾ കറിവേപ്പില, ഇത്രയുമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ എള്ളെണ്ണയാണ് ചേർക്കുന്നത്. എള്ളെണ്ണയാണ് കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. പെട്ടെന്ന് അച്ചാർ ചീത്തയാകില്ല. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും, ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടങ്ങ് മൂത്ത് പോണ്ട, ഒരു മീഡിയം പരുവമായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഉപ്പും കടുകും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലോട്ട് ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി കുറേ അധികം ദിവസം വച്ച് ഉപയോഗിക്കാനാണെങ്കിൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിനാഗിരി ചേർക്കുന്നില്ല. ഇവിടെ മാങ്ങ അച്ചാറിട്ടാൽ അധിക ദിവസം ഇരിക്കാറില്ല, പെട്ടെന്ന് തീരും. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എല്ലാം കൂടി ഒന്ന് 1 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ നേരം മാങ്ങ വേവിക്കരുത്, അത് വെന്ത് പോകും. 1 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള നല്ല മാങ്ങ അച്ചാറാണ്.
ഇത് ഒരു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ ഈ കടുവിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഈ മാങ്ങയിൽ പിടിക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു ടേസ്റ്റി മാങ്ങ അച്ചാറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മാങ്ങയൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.